അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ജോണി വാക്കറിന്റെ നിന്നും ഷീവാ ശ്രീകളുടെ നിന്നും കൈ നീട്ടി വാങ്ങിച്ചിട്ടാണോ ഈ 78 കൊടുത്ത്? ആണോ? അതാണ് ചോദ്യം. കാരണം മദ്യവ്യാപനം തടയാൻ വേണ്ടിയിട്ട് 28 ബാറിൽ നിന്ന് 900 ചില്ലാൻ ബാറായിട്ട് വർദ്ധിപ്പിച്ചു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ ഡയലോഗുകളാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രതിപക്ഷവും കുറേ മാധ്യമങ്ങളും എഴുതി തകർക്കുന്നുണ്ടായിരുന്നു. ബർക്കാഡി കമ്പനിയുമായി ഒത്തുകൊണ്ട് വി ഡി സതീശൻ കളിക്കുന്ന കളിയാണ് ഈ വില കുറഞ്ഞ മദ്യവിൽപ്പന എന്ന അപഖ്യാതി. ഇതിനെക്കുറിച്ച് സതീശൻ ഒന്നും മിണ്ടുന്നില്ല എന്നാണ് മാധ്യമങ്ങൾ എഴുതിയിരുന്നത്. എന്നാൽ ഇന്ന് അതിന് വിരാമമിട്ടുകൊണ്ട് വി ഡി സതീശന്റെ മറുപടി ഒന്ന് കേട്ടു നോക്കൂ. കാരണം മദ്യവ്യാപനം തടയാൻ വേണ്ടിയിട്ട് 28 ബാറിൽ നിന്ന് 900 ചില്ലാൻ ബാറായിട്ട് വർദ്ധിപ്പിച്ചു. അല്ലല്ല, അതെന്താ അറിയോ, ഇപ്പോഴത്തെ ബാറിൽ കൂൾ ഡ്രിങ്ക്സ് ആണ് വെക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ലിക്കറിന് ടാക്സ് ഏർപ്പെടുത്തി. ബർക്കാഡി കമ്പനിയുമായി ഏർപ്പെട്ടിട്ടാണ് മുഖ്യമന്ത്രി ഇത് ചെയ്തത്. എത്ര കിട്ടി അല്ലെ? ഞാൻ പറഞ്ഞുതരാം എത്ര കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ പരിപാടി തുടങ്ങിയെന്നാണെന്നറിയാമോ? ഇപ്പൊ എനിക്കെതിരായിട്ട് പറഞ്ഞ ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ അന്ന് എക്സൈസ് മന്ത്രിയാണ്. അന്നത്തെ എക്സൈസ് മന്ത്രി പറയാണ്, ബർക്കാഡി ഇന്ത്യ സമാനമായ മറ്റ് അപേക്ഷകളും ഒരുമിപ്പിച്ച് വീര്യം കുറഞ്ഞ മദ്യത്തിന് വ്യക്തമായ നിർവചനം നൽകി വിശദമായ റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കുക. ഇനി കേട്ടോ, കിട്ടിയോ ഇല്ല, ചോദിച്ചു വാങ്ങി എന്ന മാതിരിയാണ് പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഒരാഴ്ചയായിട്ട് തകർത്ത് പിടിച്ച് മാധ്യമങ്ങളിലും ഒക്കെ അടിച്ചിറക്കി ബർക്കാഡിയുമായിട്ട് സതീശൻ ഒത്തുകൊണ്ട് കാശടിച്ചു മാറ്റാൻ വേണ്ടി കാണിച്ച പണിയാണ് ഇതെന്ന്. അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ വി ഡി സതീശൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ബാക്കിയായിട്ടും സതീശൻ പറയുന്നത്, ഇത് ഞാനല്ല തുടങ്ങിയതെന്നും 2011 അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ എക്സൈസ് മന്ത്രി ആയിരുന്ന കാലത്താണ് ഇതിന്റെ തുടക്കമിട്ടതെന്നും ഇത് പിന്നീട് 2022 ഒരു കമ്മീഷൻ ഉണ്ടാക്കി, ഉദയഭാനു കമ്മീഷൻ എന്ന് പറഞ്ഞ കമ്മീഷൻ ഉണ്ടാക്കിയ ശേഷം 20% വീര്യമുള്ള മദ്യം വിൽക്കണമെന്ന് ഇറക്കുന്നതും ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് എന്നാണ് സതീശൻ പറയുന്നത്. അത് തെളിവ് സഹിതം ഡേറ്റും നിയമസഭയിൽ അവതരിപ്പിച്ച ദിവസം വരെ പറഞ്ഞുകൊണ്ട് സതീശൻ നിരത്തുമ്പോൾ ആർക്കും ഒന്നും മറുപടി പറയാനില്ല. അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് കാണാം. ഇനി കേട്ടോ, ഈ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ ഇറങ്ങിയാൽ ഇപ്പോഴും പറഞ്ഞു യുവതലമുറയെ മുഴുവൻ നശിപ്പിച്ചു കളയും. 2022 ആ സർക്കാരിന്റെ മദ്യനയം ഐറ്റം 25 ഇത് LDF സർക്കാരിന്റെ ഉദയഭാനു കമ്മീഷന്റെ ശുപാർശയിൽ വീര്യം കുറഞ്ഞ മദ്യം പ്രോത്സാഹിപ്പിക്കാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സംസ്ഥാനത്ത് 20% വരെ വീര്യമുള്ള മദ്യം ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കും. വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ ഇറങ്ങിയാൽ അപകടമാണ് എന്ന് പറഞ്ഞ സർക്കാരിന്റെ മദ്യനയം ബഹളമൊന്നും ഉണ്ടാക്കണ്ട, മുഴുവൻ കേക്ക്. അന്നത്തെ എക്സൈസ് മന്ത്രി അസംബ്ലിയിൽ പറഞ്ഞ ഉത്തരം, ബർക്കാഡി ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്ഥാപനം അവരുടെ ഉൽപ്പന്നങ്ങളായ ബ്രീസർ, ബർക്കാഡി പ്ലസ് എന്നീ ലഹരി പാനീയങ്ങൾ കേരളത്തിൽ വിൽപ്പന നടത്തുന്നതിന് അനുമതിക്ക് അപേക്ഷ സമർപ്പിച്ചിരുന്നു. 2022-23 വർഷത്തിലെ മദ്യനയത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രകാരം 0.5 മുതൽ 20 വരെയുള്ള ആൽക്കഹോൾ കണ്ടന്റുള്ള മദ്യം വിപണനം നടത്തുന്നതിന് വിദേശ മദ്യ ചട്ടത്തിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ഫോറിൻ ലിക്കർ റൂൾസിൽ അമെന്റ്മെന്റ് നടത്തി. അത് കഴിഞ്ഞിട്ട് ബർക്കാഡി ചോദിച്ചു. അപ്പോൾ ഇവരുടെ വാദങ്ങളെ എല്ലാം പൊളിച്ചടക്കിക്കൊണ്ട് വി ഡി സതീശൻ കഴിഞ്ഞ സർക്കാർ കാണിച്ചിരുന്ന പരിപാടിക്ക് പിന്തുടരുക മാത്രമാണ് താൻ ചെയ്തതെന്നും 20% താഴെയുള്ള ഈ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ വേണ്ടിയുള്ള ആവശ്യത്തിന് വേണ്ടി വിദേശ മദ്യനയത്തിനെ വരെ അട്ടിമറിച്ചിട്ടാണ് ഈ കഴിഞ്ഞ സർക്കാർ ഇതിന് നിയമ ഭേദഗതി നടത്തി പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചതെന്നും ഇതിൻ്റെ അവസാന സമയത്താണ് താങ്കൾ ഭരണത്തിലേറുന്നതെന്നും, അതായത് വൈനിനും ബിയറിനും ഇടയ്ക്കുള്ള പ്രത്യേകതരം മദ്യം ഇറക്കുവാൻ വേണ്ടി ടാക്സ് ഉണ്ടാക്കുവാൻ വേണ്ടി കഴിഞ്ഞ സർക്കാർ പേപ്പർ വർക്കുകൾ മുഴുവൻ തീർക്കുകയും ആ സമയത്താണ് ഇലക്ഷൻ കാരണം അത് നിർത്തിവെച്ച് താങ്കൾ വന്നപ്പോൾ വീണ്ടും അത് മേശപ്പുറത്ത് വന്നതെന്നുമാണ് സതീശൻ പറയുന്നത്. ഇനി അതിനെക്കുറിച്ചാണ് സതീശൻ വിശദീകരിക്കുന്നത്. അത് ബിയറിനും വൈനിനും ഇടയ്ക്കുള്ള ഒരു സംഭവം. അപ്പോ ബിയറിന്റെ ടാക്സ് എന്ന് പറയുന്നത് 116%, വൈനിന്റേത് 86%. ഇതിന്റെ ഇടയിൽ ഒരു ടാക്സ്, അതിന്റെ നടപടിക്രമങ്ങൾ ഫയലായി. ഇലക്ഷൻ ആയതുകൊണ്ടാണ് കൊടുക്കാറുണ്ട്. ഈ 86-നും 116-നും ഇടയിൽ വെക്കണമെന്നാണ് പറഞ്ഞത്. നമ്മുടെ മുമ്പിൽ ഈ ഫയൽ വന്നു. ഈ ഫയൽ ബജറ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് വന്നു. ശരവേഗം തീരുമാനമെടുത്തുന്നതാണ്. അതിങ്ങനെ ഓടിപ്പോയി 7 ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് പോയെന്ന് പറഞ്ഞു. ഇവിടെ ഒരു സർക്കാർ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ടാക്സ് തീരുമാനിക്കുന്നത് തലേയാഴ്ചയാണ്. തലേദിവസം രാത്രിയാണ് ഫൈനലൈസ് ചെയ്യുന്നത് ആണല്ലോ.
എന്നിട്ട് രാത്രി 1 മണി കഴിഞ്ഞിട്ടാണ് ടാക്സ് പോർഷൻ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്നത്. ധനകാര്യമന്ത്രിയായിരുന്നു, അദ്ദേഹത്തിന് അറിയാം. ഇത് ഞങ്ങൾ എന്താ തീരുമാനിക്കാൻ കാര്യം? അവര് പറഞ്ഞ ഈ 86-നും 116-നും ഇടയിലല്ല നമ്മൾ വെച്ചത്. നമ്മൾ 0.5 തൊട്ട് 10 വരെ 120% വെച്ചു. 10% മുതൽ 20% വരെ 175% വെച്ചു. മറ്റ് സംസ്ഥാനങ്ങളുടെ എല്ലാം ഈ വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള ടാക്സ് പരിശോധിച്ചു. കേരളത്തിലാണ് ഈ വെച്ചിരിക്കുന്നതാണ് ഏറ്റവും കൂടിയ ടാക്സ്. കഴിഞ്ഞ ദിവസം ബ്രേക്ക് ന്യൂസ് എന്ന് പറഞ്ഞ് ചില ചാനലുകളും മറ്റു മാധ്യമങ്ങളും സതീശനെതിരെ ഭയങ്കരമായ ആക്രമണം നടത്തിയിരുന്നു. കാരണം വി ഡി സതീശൻ ഭരണത്തിലേറി ഒരാഴ്ചക്കകം തന്നെ മദ്യം ഇവിടെ ഒഴുക്കുകയാണെന്നും മദ്യപ്പുഴയാക്കുകയാണെന്നും ഒക്കെ പറഞ്ഞ് കംപ്ലീറ്റ് ന്യൂസായിരുന്നു കഴിഞ്ഞ ആഴ്ച മുഴുവൻ. അതിനെപ്പറ്റിയാണ് വി ഡി സതീശൻ ഈ വിശദീകരിക്കുന്നത്. കഴിഞ്ഞ ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ച ടാക്സിന്റെ പേപ്പറുകൾ നീക്കുവാൻ വേണ്ടി ശരവേഗത്തിൽ തന്നെയാണ് താങ്കൾ അത് ചെയ്തതെന്നും ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അത് പൂർത്തിയാക്കുവാൻ വേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ ആ ഫയലുകൾ നീക്കിയതാണെന്നും സതീശൻ പറഞ്ഞതോടുകൂടി ആ ആരോപണത്തിന്റെയും മുനയൊടിഞ്ഞു. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് കാണാം. സതീശൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പറയുകയാണ്. പിന്നീട് ഒരു വിഷയം പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ മദ്യത്തിനെ കുറിച്ചും ഫോറിൻ മദ്യത്തിനെ കുറിച്ചുമുള്ള ടാക്സിന്റെ വ്യത്യാസമാണ് ഇനിയും പറയുന്നത്. അതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം. കാരണം ഇന്ത്യൻ മെയ്ഡ് വിദേശ മദ്യം എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന സ്കോച്ച് വിസ്കികളും, അതല്ല ശിവാശ്രീകളും ജോണി വാക്കറിനെ കൊണ്ടുള്ള വിദേശ നിർമ്മിത വിദേശ മദ്യവും 2 ടൈപ്പ് ടാക്സിലാണ് വിൽക്കുന്നത്. അതിൽ ഇന്ത്യൻ മെയ്ഡിന് 200% ടാക്സ് ഏർപ്പെടുത്തിയിരുന്നപ്പോൾ വെറും 80% താഴെ ടാക്സ് ഏർപ്പെടുത്തി വിദേശ മദ്യം, അതായത് വിദേശ നിർമ്മിത വിദേശ മദ്യം ശിവാശ്രീകളും ജോണി വാക്കറും ഒക്കെ മേടിക്കുന്നതിനെ കുറിച്ചാണ് സതീശൻ ഈ വിശദീകരിക്കുന്നത്. അത് നമുക്കൊന്ന് കണ്ടുപോകാം. ഇനി ഒരു കാര്യം കൂടി അറിയണം. നമ്മുടെ മുൻ ധനകാര്യമന്ത്രി 2018-19 ഒരു ടാക്സ് അവതരിപ്പിച്ചു. എന്തിനാണെന്നറിയാമോ? ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കർ, അതായത് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ എന്ന് വെച്ചാൽ ഇവിടെ കിട്ടുന്ന സാധനം, മറ്റത് വിദേശത്ത് നിർമ്മിച്ച് ഇവിടെ വിൽക്കുന്ന സാധനം. അതിന്റെ ആൽക്കഹോളിക് കണ്ടന്റ് എത്രയെന്നറിയാമോ? 40% മുതൽ 60% വരെയാണ്. നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിനേക്കാൾ കൂടുതൽ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള സാധനം. അന്ന് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന് 210% ടാക്സ് ആയിരുന്നപ്പോ ഇവരുടെ ഗവൺമെന്റ് കൊണ്ടുവന്ന ടാക്സ് എത്രയെന്നറിയാം? 78%. ഇപ്പോ 251% വരെ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ. അപ്പോ ഈ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന്റെ ടാക്സ് എത്രയെന്നറിയോ? 115%, ബിയറിനേക്കാൾ താഴെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ജോണി വാക്കറിന്റെയും ശിവാശ്രീകളുടെയും കൈ നീട്ടി വാങ്ങിച്ചിട്ടാണോ ഈ 78 കൊടുത്ത്? ആണോ? അതാണ് ചോദ്യം. ജോണി വാക്കറിന്റെയും ശിവാസ് റീഗലിന്റെയും കൈ നീട്ടി വാങ്ങിച്ചിട്ടാണോ 78%, 60% വരെ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള സാധനം മേടിച്ചത്? അപ്പോൾ വി ഡി സതീശന്റെ പ്രതിപക്ഷത്തിനോടുള്ള ചോദ്യം, നിങ്ങളുടെ ഭരണകാലത്ത് 200% മേളിൽ വിദേശ ഇന്ത്യൻ മദ്യത്തിന് ടാക്സ് ഏർപ്പെടുത്തുന്ന സമയത്ത് വിദേശ നിർമ്മിത വിദേശ മദ്യത്തിന് വെറും 60%, 70% ടാക്സ് ഏർപ്പെടുത്തി കൊടുക്കാനുള്ള കാരണം നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടാണോ എന്നാണ്. ഈ ചോദ്യത്തിനൊന്നും ഒരു ഉത്തരവുമില്ലാതെ പ്രതിപക്ഷം വാവിളിച്ചിരിക്കുകയാണ്. കാരണം അവര് അമ്പുകൾ എയ്തത് വാർക്കാടിയുമായിട്ട് ഒത്തുകൊണ്ട് സതീശൻ കാശടിച്ചു മാറ്റി എന്ന ഒരു പ്രചരണം ജനങ്ങൾക്കിടയിലേക്ക് ഇളക്കി വിട്ടപ്പോൾ ഇത്രയും വലിയൊരു അമ്പായിട്ട് അത് തിരിച്ചു വരുമെന്ന് ജന്മത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞ ഭരണപക്ഷം, അതായത് ഇപ്പോഴത്തെ പ്രതിപക്ഷം, അന്ന് കാണിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും അവർ തന്നെ സ്വന്തം പല്ലിനട കുത്തിയിട്ട് വെളിയിലിടിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അന്ന് നടത്തിയ പല അഴിമതി കേസുകെട്ടുകളെയും സതീശൻ ഇപ്പോൾ വിളിച്ചു പറയാനുള്ള അവസരം പ്രതിപക്ഷം തന്നെ ഒരുക്കി കൊടുക്കുകയാണ്. അപ്പോൾ വീര്യം കുറഞ്ഞ മദ്യം എന്ന് നിശ്ചയിച്ച് നിങ്ങളാണ്. ഞങ്ങൾ അതിനൊരു ടാക്സ് റേറ്റ് നിശ്ചയിച്ചു. ഞങ്ങള് മദ്യനയം തീരുമാനിക്കേണ്ടത് UDF ആണ്. UDF ഞങ്ങൾ എല്ലാവരുമായിട്ട് സംസാരിക്കും. ഞങ്ങളൊരു തീരുമാനം എടുത്ത് നിങ്ങളെ പോലെ മദ്യനയത്തിന്റെ ഭാഗമാക്കി വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണം എന്ന് UDF പോളിസി വന്നാൽ ഇതായിരിക്കും ടാക്സ്. UDF തീരുമാനിക്കുകയാണ് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണ്ട, അത് വിൽക്കില്ല. അത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ധനകാര്യമന്ത്രിക്ക് അറിയാം. ടാക്സ് തീരുമാനിക്കുന്നതിന് മുമ്പ് ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് സംസാരിക്കുക, അവരുടെ പ്രപ്പോസൽ മേടിക്കും. അവരുമായിട്ട് സംസാരിക്കില്ല, അല്ലെ? ഞാൻ ഈ ലിജു എന്റെ മുറിയിലേക്ക് വന്ന് എന്നോട് സംസാരിക്കും എന്ന് പത്രവാർത്ത കണ്ടിട്ട് ഞാൻ ലിജുവിനോട് ചോദിച്ചിട്ട്, നീ വരുന്നില്ലേ? നീ എന്ന് വെച്ചാൽ അവൻ എന്റെ അനുജനാണ്. അതുകൊണ്ട് ഞാൻ ചോദിച്ചു. പാവമ്പുറേ 2-3 കാര്യം പറയാനുണ്ടായിരുന്നു. ഈ വാർത്ത വന്ന കാരണം എനിക്ക് അങ്ങോട്ടും വരാൻ പറ്റുന്നതാണ്. ഇതാണ് സ്ഥിതി, അല്ലെ? ഇതാണ് സ്ഥിതി. ഇനി ഈ ഞങ്ങൾ ദൈനംദിന അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾക്ക് ഫയല് കൊണ്ടുകൊണ്ട് KPCC പോകില്ല.
വീര്യം കുറഞ്ഞ മദ്യം എന്ന നയം നിങ്ങളാണ് കൊണ്ടുവന്നതെന്നും അത് നടപ്പാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് UDF ഗവൺമെൻറ് ആണെന്നുമാണ് മുഖ്യമന്ത്രി പറയുന്നത്. നയം കൊണ്ടുവന്നു, അത് ഇപ്പോൾ UDF ഗവൺമെൻറ്റുമായിട്ട് ചർച്ച ചെയ്ത് മാത്രമേ ഇതിന് ഒരു തീരുമാനം UDF യോഗം വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടം കൊണ്ട് നിർത്തുമെന്നും അതിന് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുമാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. ഇനിയാണ് പ്രതിപക്ഷത്തിനിട്ട് മുഖ്യമന്ത്രി നേരിട്ടൊരു കുത്തുകുത്തുന്നത്. അതായത് ഇവിടെ മുഖ്യമന്ത്രി അറിയാതെ ഒരു പേപ്പറുകളും നീങ്ങില്ലെന്നും ഞങ്ങളുടെ ഫയലൊന്നും KPCCക്ക് ഒരു വിധത്തിലും പോവുകയില്ലെന്നും മുഖ്യമന്ത്രി CPM-നെ കുത്തി പറയുന്ന ഭാഗമാണ് ഇനിയും ഉള്ളത്. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അത് മനസ്സിലായല്ലോ. മുഖ്യമന്ത്രി അറിയാതെ ഫയൽ അടിച്ചു മാറ്റി പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയി അംഗീകാരം മേടിക്കുന്ന പരിപാടിയൊന്നും ഈ ഗവൺമെന്റിലുണ്ടാവില്ല. ഇനി വേറൊരു കാര്യം, മദ്യത്തിന്റെ വ്യാപനം അരുത്. കാര്യം ഈ സർക്കാർ നിങ്ങൾ നമ്മളോട് ഉപദേശിക്കുകയാണ്, മദ്യം വ്യാപിപ്പിക്കും. ഇവിടെ 28 ബാറുണ്ടായിരുന്നു ശ്രീ പിണറായി വിജയൻ 2016 മുഖ്യമന്ത്രിയാവുമ്പോ. ഇപ്പൊ കേരളത്തിലെ ബാറിന്റെ എണ്ണത്തിന് 900 ചില്ലാൻ ബാറായി. കാരണം മദ്യവ്യാപനം തടയാൻ വേണ്ടിയിട്ട് 28 ബാറിൽ നിന്ന് 900 ചില്ലാൻ ബാറായിട്ട് വർദ്ധിപ്പിച്ചു. ബീവറേജ് കോർപ്പറേഷന്റെ അല്ലല്ല, അതെന്താ അറിയോ, ഇപ്പോഴത്തെ ബാറിൽ കൂൾ ഡ്രിങ്ക്സ് ആണ് വെക്കുന്നത്. മനസ്സിലായില്ലേ? 28 ബാറിൽ നിന്ന് 900 ചില്ലാൻ ബാറാക്കി കേരളത്തിൽ മദ്യം ഒഴുക്കിയ ഒരു സർക്കാരിന്റെ പ്രതിനിധികൾ വന്ന് ഞങ്ങൾക്ക് ഉപദേശം നൽകുകയാണ്. മദ്യം വ്യാപിപ്പിക്കരുത്, മദ്യം വിഷമാണ്. ഞങ്ങൾ ഇതിന്ന് അങ്ങനെയൊന്നും പറയാത്താണ്. പക്ഷേ എത്ര കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതല്ലേ മറുപടി കൊടുക്കേണ്ടത്, അല്ലേ? എത്ര കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോടൊക്കെ എത്ര പ്രാവശ്യം മേടിച്ചു എന്നാണ് ചോദിക്കേണ്ടത്. ഞാൻ ചോദിക്കില്ല. ഏതായാലും ഒരു കോമഡി ഫിലിം കാണുന്നതിനെക്കാട്ടിലും ഒരു കോമഡി ഷോ കാണുന്നതിനെക്കാട്ടിലും ഒക്കെ രസമാണ് ഇന്ന് ജനത്തിന് VD സതീശൻ്റെ നിയമസഭയിലെ പ്രതികരണങ്ങളും മറുപടികളും. കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് മില്യൺ കണക്കിന് വ്യൂവേഴ്സാണ് സതീശൻ്റെ ഈ ഡയലോഗുകൾക്ക് കിട്ടുന്നത് എന്നത് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇനിയും ഇങ്ങനെയുള്ള വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.